എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എൻ്റെ ഗൾഫ് കൺട്രീസിലും അതേപോലെ ഇസ്രായേലിലൊക്കെ ഉള്ള ക്ലയൻസ് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സേഫ് ആണല്ലോ? സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫുൾ മൂൺ ഇമ്പാക്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫീലിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആണ് നോക്കാൻ പോകുന്നത്, ചിന്തകൾ. ഓക്കെ, ഫുൾ മൂൺ അവരുടെ ചിന്തകളെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. ചിന്തകൾ പറയുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിരിക്കും അല്ലേ? ഫീലിങ്സ് മനസ്സുകൊണ്ടാണെങ്കിൽ ചിന്തകൾ തലച്ചോറ് കൊണ്ടാണ് നമുക്ക് വരുന്നത്. പ്രാക്ടിക്കലായിരിക്കും കുറച്ചുകൂടി. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളിൽ നിങ്ങൾക്കായിട്ട് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതേപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കോൾ ചെയ്യാതിരിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ മെസ്സേജ് കാണുന്ന സമയത്ത് ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യും. ഒരു പക്ഷേ ഉടനെ മെസ്സേജ് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഞാൻ വേറൊരു റീഡിങ്ങിലാണ്, അല്ലെങ്കിൽ ഞാൻ റെക്കോർഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും മെസ്സേജ് നോക്കാത്തത്. മെസ്സേജ് കാണുന്ന മാത്രയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും കേട്ടോ. ദയവായിട്ട് കോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചോളും നിങ്ങളുടെ അടുത്ത് കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് റിപ്ലൈ തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ, റിപ്ലൈ ചെയ്യാത്തൊരു ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടല്ലോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിനെ ഫുൾ മൂൺ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് കാണിച്ചു തരൂ. അവരുടെ മനസ്സിൽ ചിന്തകളിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്, അവരുടെ മനസ്സിൽ ചിന്തകളിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്നൊന്ന് പറഞ്ഞു തരൂ. ഫുൾ മൂണിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ എന്നൊന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അവരുടെ പേഴ്സൻ്റെ ചിന്തകളിൽ എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ ഡിവൈൻ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ പുറത്ത്. ജഡ്ജ്മെൻറ്റ്, എംപ്രസ്, സ്റ്റാർ, 2 കാർഡ് വന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, ഡെത്ത്, ഡെവിൾ, 2 of Pentacles, 4 of Wands, Emperor, Fool, Page of Cups. Okay, bottom of the deck വന്നിട്ട് 3 of Pentacles കേട്ടോ. അവരുടെ ചിന്തകളിൽ നിങ്ങൾ അവരുടെ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണ്. നിങ്ങളാണ് അവർക്കായിട്ട് വിധിച്ചിട്ടുള്ള, ദൈവം കണ്ടുവച്ചിട്ടുള്ള പാർട്ട്ണർ എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ പോലെ അവരെ സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ ഈ ലോകത്തിൽ മറ്റാരും ഇല്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് അവർ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലക്ക് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷം അവർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉന്നമനം, ജോലിയിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ, അവർ ഏറ്റവും കൂടുതൽ ശോഭിച്ചിട്ടുള്ളത് നിങ്ങൾ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലക്കി ചാമാണെന്ന് അവർ വിചാരിക്കുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ മെസ്സേജസ് എടുത്ത് വീണ്ടും കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയെല്ലാം അവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് എന്നും ഏതെങ്കിലും രീതിയിൽ അവർ കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും സംതൃപ്തമായിട്ടൊരു ലൈഫ് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് എന്നും ഫീൽ ചെയ്യാറുണ്ട് എന്നും അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയുണ്ടല്ലോ, അതവർക്ക് എപ്പോഴും വരാറുണ്ട് കേട്ടോ. എന്തെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതെല്ലാം അവിടെ അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് അവർ എപ്പോഴും ആലോചിക്കാറുണ്ട്.
എത്ര മൂവ് ഓൺ ചെയ്ത് പോവാൻ ശ്രമിച്ചാലും പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. പെൻഡക്കിൾസ് വെച്ച് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 3 ഓഫ് പെൻഡക്കിൾസും ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. അവിടെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അത് അവരുടെ സ്പൗസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി, അച്ഛൻ, അമ്മ, അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഓക്കെ, അത് എന്ത് തന്നെ ആയാലും ഇവർ എത്ര മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചാലും, നിങ്ങളെ കളഞ്ഞിട്ട് പോകാൻ ശ്രമിച്ചാലും അവർക്ക് മനസ്സുകൊണ്ട് അതിന് സാധിക്കാറില്ല. അവരുടെ മനസ്സ് അവരെ തിരിച്ച് പുള്ള് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ്. എത്ര കുറേ നാൾ നോ കോണ്ടാക്റ്റിൽ ഇട്ടാലും വീണ്ടും അവർ പഴയതുപോലെ കോണ്ടാക്റ്റിലേക്ക് വരും. കാരണം നിങ്ങൾ അവർക്കൊരു ഒബ്സെഷനാണ് കേട്ടോ. ഒരു മാഗ്നറ്റിക് പുള്ള് അവർ നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യാറുണ്ട് എന്നും അവർ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഇവരെ വിട്ടുപോകാൻ സാധിക്കാത്തത്? ഇപ്പം നമ്മളുടെ ഇടയിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, 4 ഓഫ് വാൻഡ്സ് വെച്ച് പലർക്കും ഒരു നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരവരുടെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണം, നിങ്ങളുമായിട്ടൊരു കുടുംബം തുടങ്ങണം, ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നൊക്കെ അവർ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഡിഫറൻസസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ വ്യക്തി 4 പേർ അറിയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പല പല ഡിഫറൻസസ് ഉണ്ടായിരിക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റി സ്വല്പം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. ഓക്കെ, എന്നിരുന്നാലും എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം അവർ ഇഗ്നോർ ചെയ്തിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ വേണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരു തടസ്സങ്ങളും അവരെ ഇനി ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ഷൻ വേണം, കണക്റ്റഡ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മെസ്സേജിനൊക്കെ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ അയക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, 3 ഓഫ് പെൻഡക്കിൾസ് വെച്ച് പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് അവരെ ബോദർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമേ. അതായത് ഒരു ടീം ലീഡർ, ടീം മെമ്പർ, അങ്ങനത്തെ ഒരു റിലേഷൻ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ് എന്നും കാണുന്നുണ്ട് പലരും. എല്ലാവരും അല്ല, പലരും. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ്. ലവ് വേർഡ്സ് ഇത് വരാതിരിക്കുമോ? എന്നും എപ്പോഴും വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറുള്ളത് കേട്ടോ. നിങ്ങളെ കാണുമ്പോഴൊക്കെ അവർ വിചാരിക്കും, അവരുടെ ഇമാജിനേഷനിൽ അവർ വിചാരിക്കും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ. ധൈര്യം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. 4 ഓഫ് പെൻഡക്കിൾസ് പലരും അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നും കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളവർ ഒരു പക്ഷേ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞു കാണില്ല. പക്ഷേ ഇവർ നിങ്ങൾ മറ്റാരുടെങ്കിലും കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടെ നിങ്ങളെ ഒന്ന് കാണുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ജലസായിട്ട് അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ മാത്രമാണ്, അവർ എങ്ങനെ മറ്റേ ആളുടെ അടുത്ത് ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നു. നിങ്ങളുടെ മറ്റേ ആളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ പോലും അവരോട് എങ്ങനെ ഇത്ര സ്നേഹമായി പെരുമാറുന്നു, എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ പെരുമാറാമോ എന്നവർക്ക് തോന്നാറുണ്ട്. ജലസി ഫാക്ടർ തോന്നാറുണ്ട് കേട്ടോ. എന്ത് സിറ്റുവേഷൻ ആയാലും ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാറി വരും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും ശരി, അത് എല്ലാം മാറി ഒരു നല്ല തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തും. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അതുവരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടു പോകാനൊന്നും അവർ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, സിറ്റുവേഷൻസ് പലതുമുണ്ട്, പല തടസ്സങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം വെയിറ്റ് ചെയ്ത് തരണം ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ഓക്കെ, ചാരിയറ്റ് വെച്ച് നിങ്ങൾക്കായിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ദൂരദേശത്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളെങ്കിൽ
നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങളെ കാണണം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇത് പർട്ടിക്കുലർലി യൂണിഫോംഡ് ജോബിലുള്ള വ്യക്തികൾക്കായിരിക്കും. നിങ്ങൾ രണ്ടിൽ ഒരാൾ യൂണിഫോംഡ് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഈ തടസ്സങ്ങൾ, ഇത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഓവർ തിങ്കിങ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻസ് ഒരുപാട് ചെയ്യുന്ന, മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണ്. ഇവർ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഫലിക്കാറുമുണ്ട് കേട്ടോ. അവർക്ക് സ്വയം ചെയ്യുന്നതായാലും മറ്റുള്ളവർക്ക് വേണ്ടി അവർ ചെയ്യുന്നതായാലും ആ മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ ഫലിക്കുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള, അതായത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷനും അവിടെ വരുന്നുണ്ട്. മൂൺ വെച്ചിട്ട് വളരെ സങ്കടത്തോടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടും കാണുന്നു. മിസ്സിങ് എനർജി വളരെയധികം ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങളെ കാണുന്നു എന്ന് ഇവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. വല്ലാത്ത വിഷമം, സങ്കടം എല്ലാം ഇവർക്ക് തോന്നും എന്ന് തന്നെയാണ് കാണുന്നത്. വീണ്ടും നിങ്ങളിൽ നിന്നും ഒരു കോൾ, ഒരു മെസ്സേജ് എല്ലാം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൾ, മെസ്സേജ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അകൽച്ച നിങ്ങൾ കാണിക്കുന്നത്? എന്തെങ്കിലും ദേഷ്യമാണോ? ദേഷ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഈഗോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാവല്ലോ, കമ്മ്യൂണിക്കേഷൻ വഴി ആ ഒരു ഇഷ്യൂ തീർക്കാവല്ലോ എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. എന്തെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഹാമറ്റ് വെച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ അവർ വല്ലാത്തൊരു വിഷമം അനുഭവിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പഴയതുപോലെ ഒരു സ്നേഹം ആയിട്ടൊരു റിലേഷൻ നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പീഡി ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നു. ഇതുവരെയും ഒരു ആക്ഷനും എടുക്കാതെ അവർ വെയിറ്റിംഗ് പീരീഡിലാണ് ഇരുന്നതെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു സ്പീഡി ആക്ഷൻ എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു 3 കാർഡ് കൂടി എടുത്തിട്ട് നിർത്താം. കുറച്ച് കാർഡ്സ് കൂടി തരൂടി വാൻ. വല്ലാതെ ഓവർ തിങ്കിങ്ങിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർ വല്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയുമാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങളുടെ മുഖം അവർക്ക് എപ്പോഴും അങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഇവരെന്ത് ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴാവട്ടെ, വെറുതെ ഇരിക്കുമ്പോഴാവട്ടെ, എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മുഖം ഇങ്ങനെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്നും കാണുന്നു കേട്ടോ. വേൾഡ് വെച്ചിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് അവിടെ കാണുന്നുണ്ട്. ഒരുപാട് ദൂരെയാണ് നിങ്ങൾ രണ്ടുപേരും എന്നും കാണുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് കൂടി എടുക്കാം. ലാസ്റ്റ് കാർഡ് തരൂടി വൺ പ്ലീസ്. 2 ഓഫ് കപ്സ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതൊരു മ്യൂച്വൽ ലവ് ആണ്, പരസ്പരമുള്ള സ്നേഹമാണത്, വൺ സൈഡഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്നും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റ്, ഒരു റീയൂണിയൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പാണ്, അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ നിങ്ങൾക്കായിട്ട്. ഇന്ന് ഞാൻ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് എടുക്കുന്നില്ല. ഓക്കെ,
ഓൾറെഡി നമ്മൾ രാവിലെ മെസ്സേജസ് ഇട്ടിരുന്നു. ഇന്നലെയല്ലേ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഇട്ടത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി നമുക്ക്. ഓക്കെ, അപ്പോൾ വേറെന്താണ്? പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഒരു ഉച്ച സമയമൊക്കെ ആവുമേ. നിങ്ങൾ രാവിലെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഉച്ച സമയമൊക്കെ ആവും പേഴ്സണൽ റീഡിങ്ങിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. കഴിയുന്നതും സെയിം ഡേ ചെയ്ത് കൊടുക്കാറുണ്ട്. അഥവാ ഡിലേ ആവുമെങ്കിൽ ഞാൻ പറയും. ഓക്കെ, ഡിലേ വരുന്ന പക്ഷം ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ റീഡിംഗ് ഇന്നത്തെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.